സുഹൃത്തുക്കളെ, രാഹുൽ ഗാന്ധി തൻ്റെ ജോലി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം, അതുൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം നടത്തുന്ന സന്ദർശനങ്ങളാണ്. ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിന് പിന്നിൽ രാഷ്ട്രീയം എന്താണ്, രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് പ്രസംഗത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ അദ്ദേഹം നടത്തിയ നീക്കങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് നമ്മൾ വിശദമായ വീഡിയോ ചെയ്തിരുന്നു. അതിന് പിന്നാലെ അതിന് മറുപടി പറഞ്ഞ മോദിയും ശക്തമായ മറുപടി തന്നെയാണ് പറഞ്ഞത്. ഇതിനിടയിൽ രാഹുൽ ഒരു പ്രതിപക്ഷ നേതാവായി വളർന്നു വന്നു. അപ്പോൾ മോദി കഴിഞ്ഞ 3 ടേമായി പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്, നരേന്ദ്രമോദിക്ക് ഒരു പരിധിവരെ കൃത്യമായ ധാരണകളുണ്ട്. അതേസമയം ഇതാദ്യമായി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കേണ്ട പല വിഷയങ്ങളിലും അത് എത്രത്തോളം ഗൗരവത്തോടെ പഠിച്ച് ഉന്നയിക്കണം എന്നതടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു മണിപ്പൂർ സന്ദർശനം ഉൾപ്പെടെയുള്ള കാഴ്ചകൾ രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ വളർച്ച തന്നെയാണ്. അദ്ദേഹം കൂടുതൽ ശക്തമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ സൂചന തന്നെയാണ്. പാർലമെൻറ്റ് ആദ്യ സെഷനിൽ തന്നെ ഭരണഘടനയും മണിപ്പൂരും ഒക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഒരു പരിധിവരെ ഇതാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് മണിപ്പൂർ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതിന് പിന്നാലെ അദ്ദേഹം നേരെ മണിപ്പൂരിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതിനു മുൻപ് അദ്ദേഹം അഹമ്മദാബാദിൽ, അതായത് ഗുജറാത്ത് പിടിക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം. അങ്ങനെ അഹമ്മദാബാദിൽ സന്ദർശനം നടത്തി അവരുടെ പാർട്ടി പ്രവർത്തകരുമായൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട്. ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയിരുന്നു. ഹത്രസ്, അതായത് ദുരന്തമുണ്ടായ മേഖലയിൽ അവിടുത്തെ മനുഷ്യർക്കൊപ്പം എത്താൻ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നു. അതിനുശേഷം മണിപ്പൂരിലും അദ്ദേഹം എത്തുന്നു. മണിപ്പൂരിൽ നേരത്തെയും രാഹുൽ ഗാന്ധി സന്ദർശനത്തിന് ശ്രമം നടത്തുകയും ഒരു പരിധിവരെ വലിയ പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത് തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം കുറേ ദൂരം സന്ദർശിക്കുകയൊക്കെ ചെയ്ത കാഴ്ചകൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപ് കണ്ടിട്ടുള്ളതാണ്. അവിടെ വീണ്ടും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി പ്രിവിലേജ് ഉണ്ട്, കേവലം കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധിയെക്കാട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെ അദ്ദേഹത്തിന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെ അവിടേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. അദ്ദേഹം സുരക്ഷിതനായി അവിടെ എത്തും. സൈനികരുടെ അടക്കം എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ ഉണ്ടാകും രാഹുൽ ഗാന്ധിക്ക്. അങ്ങനെ അദ്ദേഹം ക്യാമ്പിലേക്ക് എത്തുന്നു, ആ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അത് തിരിച്ച് മടങ്ങുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു, തിരിച്ചു മടങ്ങുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ വിഷയം അദ്ദേഹം ഇനി ചേരാനിരിക്കുന്ന വൈകാതെ അടുത്ത ലോക്സഭയുടെ സെഷൻ ആരംഭിക്കുകയാണ്. ആ സെഷനിൽ അദ്ദേഹം ഈ വിഷയം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായി ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സർക്കാരിനെതിരായ വികാരം കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട് ഇത്തരം ഓരോ കേന്ദ്രങ്ങളിലും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സ്വാഭാവികമാണ്, ഓരോ രാഷ്ട്രീയ പാർട്ടികളും അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഭരണത്തിലിരിക്കുന്നവരെ കൂടി പ്രതിസന്ധിയിലാക്കിക്കൊണ്ട്, സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടായിരിക്കും അത് ചെയ്യുക എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അങ്ങനെ മണിപ്പൂരിലിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി, ഇത് 2ാം വട്ടം മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധി അവിടെ ഇരുന്നു കൊണ്ട് സംസാരിച്ചത് പ്രധാനമന്ത്രി നേരത്തെ ഇവിടേക്ക് എത്തേണ്ടതായിരുന്നു, ഈ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധി അവിടെ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പം തന്നെ സർക്കാരിനും അതൊരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇന്ത്യയിലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത്രയും വലിയ കലാപമുണ്ടായ ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രി ഇതുവരെ സന്ദർശിച്ചിട്ടില്ല, ഞാനിതാ 2 വട്ടം സന്ദർശിച്ചു എന്നുള്ളത് കൂടി ചൂണ്ടിക്കാട്ടുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ പ്രതിസന്ധിയുള്ള ജനങ്ങൾക്കൊപ്പം താൻ എത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം മറ്റൊരു ചിത്രം കൂടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ രാഹുൽ ഗാന്ധി ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറേ കാലം രാഹുൽ ഗാന്ധിയെ കാണില്ല. രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്ന് ചിലപ്പോൾ ലീവ് എടുത്ത് മാറി നിൽക്കുന്ന പോലെയോ, രാഹുൽ ഗാന്ധിയുടെ ഓരോ ദിവസത്തെ പ്രസ്താവനയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ കാണാറില്ല. രാഹുൽ ഗാന്ധി എവിടെ എന്നുള്ള അന്വേഷണം പോലും പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. ഇതാ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വിശ്രമിക്കാതെ രാഹുൽ ഗാന്ധി നേരെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളത് വളരെ
പ്രധാനപ്പെട്ടതാണ്. വിശ്രമമില്ലാത്ത നാളുകൾ, ഇനി പണിയെടുത്താൽ റിസൾട്ട് ഉണ്ടാകുമെന്നൊരു തോന്നൽ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണി നേതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ഇന്ത്യ ഇന്ത്യ മുന്നണി ഒരു ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്നൊരു സാധ്യതയാണ് ഉണ്ടായിരുന്നത്. അധികാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അധികാരത്തിലേക്ക് എത്തുക വിദൂരമായൊരു സ്വപ്നമല്ല എന്ന് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പണിയെടുക്കാം എന്നവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാഴ്ചകളിൽ നിന്ന് ഈ പ്രാഥമികമായി നമ്മൾ വിലയിരുത്തേണ്ടത്. ഇനിയും മുന്നോട്ട് ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. 5 വർഷം ഈ സർക്കാർ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത്ര കാലത്തെ പ്രവർത്തനം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സർക്കാരിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടവരാണ് പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ളതാണ്. അവിടെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആ നിലയിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചും മണിപ്പൂർ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അതൊരു ഗോത്ര കലാപമാണ് എന്ന് തന്നെ അവർ ചൂണ്ടിക്കാട്ടുന്നു. അവിടേക്ക് അത് വർഷങ്ങളായുള്ളതാണ്, അത് വസ്തുതയാണ്. കാരണം കോൺഗ്രസിൻ്റെ കാലത്തും മണിപ്പൂരിൽ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും പ്രത്യേകം പോയി സന്ദർശനം നടത്തി അത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയവുമല്ല. അത് ബദ്ധവൈരികളായ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു നീക്കമാണ്. അത് പക്ഷേ മതപരമാക്കിയെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനും കഴിഞ്ഞു എന്നുള്ളതാണ് NDAയുടെ തിരിച്ചടിക്ക് ഒരു കാരണവും. മതപരമല്ല, ഗോത്ര കലാപം തന്നെയാണ് എന്ന് ക്രൈസ്തവ സംഘടനകൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ചില ക്രൈസ്തവ സംഘടനകൾ അതല്ല, ക്രിസ്ത്യാനികൾ അവിടെ വേട്ടയാടപ്പെടുകയാണ് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ പലതവണ പറഞ്ഞിട്ടുള്ളത് അതൊരു ഗോത്ര കലാപമാണ്, അത് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമുള്ള ഒരു കലാപമല്ല എന്നുകൂടി പറയുന്നുണ്ട്. അവിടെ നിരവധി ക്ഷേത്രങ്ങളടക്കം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഉള്ള വസ്തുതകൾ അവിടെ നിൽക്കുകയാണ്. അതായത് ഈ 2 വിഭാഗങ്ങളിലും ഈ 2 ഗോത്രങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. നമ്മളവിടെ നേരിട്ട് പോയി അത്തരം വസ്തുതകൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകൾ കണ്ട് വിലയിരുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിലവിൽ ഒന്നും സാധ്യമല്ല. എന്തായാലും അവിടേക്ക് പ്രധാനമന്ത്രി എത്തുകയും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലമായി അവരെ മാത്രം കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തം അത് വീണ്ടും ഒരു അക്രമത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളത് കൂടിയാണ് കേന്ദ്ര സർക്കാരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു പോസിറ്റീവ് സൈൻ, ഇന്ത്യയിലൊരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു, അതിനൊരു നേതാവ് ഉണ്ടായിരിക്കുന്നു. അത് രാഹുൽ ഗാന്ധി, പഴയ പോലെ ഉഴപ്പി നടക്കുന്ന രാഹുൽ ഗാന്ധി അല്ല, അതിനപ്പുറത്തേക്ക് ശക്തമായി പണിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. സർക്കാരിനും കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും, സർക്കാരും കൂടുതൽ ആകുന്ന കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നന്ദി.